നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് GST കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. എന്താണ് GST എങ്ങനെയാണ് വർക്ക് ചെയ്യുക, അതേപോലെ ടാലിയിൽ എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻസ് വരിക. അപ്പോൾ ടാലിയിലാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സുകളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസുകൾ അതിൽ വരാറുണ്ട്, ഞങ്ങൾക്ക് റെഡിയായി വരുന്നില്ല, ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നില്ല എന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിന് കുറേ സെറ്റിങ്സുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് പാർട്ടായിട്ടാണ് ഈ ഒരു സെക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് GSTയുടെ ഫോമുകൾ എന്തൊക്കെയാണ്, എന്നാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. GST പറഞ്ഞാൽ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. ഗുഡ്സിനും അതേപോലെ തന്നെ എന്താണ് സർവീസിനും അപ്ലിക്കബിൾ ആവുന്ന ഒരു ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു പ്രധാന വരുമാന മാർഗമാണ് ടാക്സ് എന്ന് പറയുന്നത് അല്ലേ. ഈ ടാക്സ് കൊണ്ടാണ് ഗവൺമെൻറ് പല പ്രോജക്റ്റുകളും നടത്തുന്നത്. അതുപോലെ തന്നെ GST പറയുന്നത് എന്താണ്? ഒരു ഇൻഡയറക്റ്റ് ടാക്സ് കൂടിയാണ്. അപ്പോൾ ഡയറക്റ്റ് ടാക്സ് എന്താണ്? ഇൻകം ടാക്സ് ആണ് ഡയറക്റ്റ് ടാക്സ്. എന്താണ് അതിനെ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്? ഇപ്പോൾ എൻ്റെ സാലറിന്ന് മുകളിലുള്ള ടാക്സ്, ഇപ്പം ഞാൻ എത്രയാണോ സാലറി, ഞാനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സാലറിയുടെ മുകളിലുള്ള ടാക്സ് ഞാൻ നേരിട്ടാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യണത്. അതുകൊണ്ട് അതൊരു ഡയറക്റ്റ് ടാക്സ് ആണ്. എന്നാൽ GST പറയുന്നത് എന്താണ്? അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയാനുള്ള റീസൺ നമുക്ക് നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ തന്നെ നമുക്ക് നോക്കാം. ഇപ്പോൾ രാമ് ഇവിടെ ഒരു പാർട്ടിയാണ്, രാമ് ബയറാണ്, ഇവിടെ അരുണുണ്ട്, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഗവൺമെൻറ്റും ഉണ്ട്. അപ്പോൾ രാം എന്ത് ചെയ്തു വെച്ചാൽ അരുണിൻ്റെ അടുത്തുനിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു. രാമ ബയറാണ്, അരുണാരാണ് സെല്ലറാണ്. അപ്പോൾ വാങ്ങണ ആളെ എന്താണ് പറയുക? ബയർ എന്നാണ് പറയുക. വിൽക്കുന്ന ആളെ എന്താണ് പറയുക? സെല്ലർ എന്നാണ് പറയുക. അപ്പോൾ ഈ ടേംസുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ രാമ എന്ത് ചെയ്തു? അരുണിനെ അപ്രോച്ച് ചെയ്തിട്ട് എനിക്കൊരു മൊബൈൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ രാമ അരുണിൻ്റെ അടുത്തുനിന്ന് മൊബൈൽ വാങ്ങിച്ചു. മൊബൈലിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. 10,000 മാത്രം കൊടുത്താൽ മതിയോ അരുണിന്? പോരാ, എന്തും കൂടി കൊടുക്കണം, GSTയും കൂടി കൊടുക്കണം. അപ്പോൾ 5% ആണെന്നുണ്ടെങ്കിൽ 500 കൂടി കൊടുത്തു. ടോട്ടൽ 10,500 അരുൺ, ടോട്ടൽ 10,500 രാമ അരുണിന് കൊടുത്തു. അരുൺ എന്താണ് ചെയ്യുക? ഇതിന് മുകളിൽ എന്താണ്? ഈ ഒരു 500 റുപ്പീസ് ആണല്ലോ വന്നിരിക്കുന്നത്. അരുണിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്? ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക എന്നുള്ളത്. അതായത് രാമല്ല ഇത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക, സെല്ലറുടെ ഉത്തരവാദിത്തമാണ് ഈ ടാക്സ് കളക്ട് ചെയ്തിട്ട് അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ടാക്സിനെ ഇൻപുട്ട് ടാക്സ് എന്നാണ് പറയുക, സെയിൽ ചെയ്യുന്ന ടാക്സിനെ ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് ഇൻപുട്ട് ടാക്സ് കുറച്ച് അതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ട് അടയ്ക്കുകയല്ല ചെയ്യേണ്ടത്, ഇത് വളഞ്ഞ വഴിയിൽ കൂടെ പോയിട്ടാണ് ഇത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണത്. അതേപോലെ തന്നെ GST ആണെന്നുണ്ടെങ്കിൽ 3 ടൈപ്സ് ഉണ്ട്. GSTയിൽ വരുന്ന ഫോമുകൾ എന്ന് പറയുന്നത് GSTR1, GSTR2, GSTR3B. ഈ 3 ഫോമുകളാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഫോമുകൾ. വേറെയും ഫോമുകളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് നോക്കാം. അപ്പോൾ GSTR1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളുടെ ബിസിനസ്സിലെ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ളതിനെയാണ് GSTR1 എന്ന് പറയുക. GSTR2 എന്ന് പറഞ്ഞാൽ പർച്ചേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. GSTR3B എന്ന് പറഞ്ഞാൽ പർച്ചേസും സെയിൽസിൻ്റെയും ടോട്ടൽ സമ്മറിയാണ് GSTR3Bയിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 3 തരത്തിലുള്ള GST ഉണ്ട്. അതായത് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, SGST എന്നാണ് പറയുക. അതായത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ടാക്സിനെ, ഇപ്പം നമ്മൾ 500 റുപ്പീസ് ടാക്സ് കൊടുത്തുവല്ലോ, ആ ടാക്സിനെ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക. പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റും എടുക്കും, പകുതി സെൻട്രൽ ഗവൺമെൻറ്റും എടുക്കും. അതുകൊണ്ടാണ് അതിനെ SGSTയും CGSTയും. SGST പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി വേറൊരു തരം കൂടി ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, IGST. അപ്പോഴാണ് ഒരേ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഇപ്പം ഞാൻ കേരളത്തിൽ നിൽക്കുന്നു, ഞാൻ കേരളത്തിൽ തന്നെയാണ് ഗുഡ്സ് വാങ്ങുക, കേരളത്തിൽ തന്നെയാണ് ഗുഡ്സ് വിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ആണ് എന്ത്? CGSTയും SGSTയും. എന്നാൽ കേരളത്തിൽ നിൽക്കുന്ന ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ ഗുഡ്സ് വാങ്ങിച്ചാൽ അവിടെ IGST ആണ്. അപ്പോൾ അത് സ്റ്റേറ്റിന് ബാധകമില്ല, അത് നേരെ സെൻട്രലിലേക്കാണ് അതിൻ്റെ ടാക്സ് പോകുക. അപ്പം നമുക്ക് ഇതിലെ ഇൻവോയ്സുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സെയിം സ്റ്റേറ്റ് ആണെങ്കിലും ഇൻ്റർ സ്റ്റേറ്റ് ആണെങ്കിലും എങ്ങനെയാണ് ഇൻവോയ്സുകളുടെ ഫോം വരിക എന്നുള്ളത് നോക്കാം. ഗുഡ്സ് 10,000 ഗുഡ്സ് ആണ് വിചാരിക്കുക. ഇപ്പോൾ
ഗുഡ്സിൻ്റെ വാല്യൂ പറയുന്നത് 10,000 ആണ്, 5% ആണ് ടാക്സ് എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ CGST ആയിട്ട് എത്ര രൂപയാണ്? 250 ആണ്. അതായത് 2.5% 250. SGST ആയിട്ട് എത്രയാണ്? 250 ആണ്. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 10,500 ആണ് കൊടുക്കേണ്ടത്. അതേപോലെ ഇൻ്റർസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഗുഡ്സ് അറ്റ് 5% തന്നെയാണ്, 10,000 ആണ്. പക്ഷേ അവിടെ IGST ടോട്ടലായിട്ട് 500 ആണ്. അങ്ങനെ ടോട്ടൽ ബിൽ എമൗണ്ട് എത്രയാണ്? 10,500 ആണ് വരിക. നെക്സ്റ്റ് നമ്മൾക്ക് GST ഇല്ലാത്തൊരു കേസിൽ എങ്ങനെയാണ് ഉള്ളത് നോക്കാം. അതായത് GST വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ ബില്ല് അടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ രാം അരുണിൻ്റെ അടുത്തുനിന്ന് ഗുഡ്സ് വാങ്ങിച്ചു, 10,000 ഗുഡ്സ് രാം അരുണിൻ്റെ അടുത്തുനിന്ന് ഒരു മൊബൈൽ വാങ്ങിച്ചു, 10,000 വിലയുള്ള ഒരു മൊബൈൽ വാങ്ങിച്ചു. രാം ബയറാണ്, അരുൺ എന്താണ്? സെല്ലറാണ്. അപ്പോൾ മൊബൈൽ രാമിൻ്റെ കയ്യിലേക്ക് വന്നു. അതിന് തത്തുല്യമായ ഒരു പൈസ ആരിലേക്ക് പോയി? അരുണിലേക്ക് പോയിട്ടുണ്ട്. രാം എന്ത് ചെയ്തു? ഈ മൊബൈൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ രാം എന്ത് ചെയ്തു? 10,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു മൊബൈൽ രാം മനു ഒരു കൺസ്യൂമറാണ്, മനുവിന് എന്താണ്? വിറ്റു. അതായത് 14,000 രൂപയ്ക്കാണ് വിറ്റത്. രാം അരുണിന് എത്രയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? 10,000 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, 10,000 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രാം അത് മനുവിന് എത്ര രൂപയ്ക്ക് വിറ്റു? 14,000 വിറ്റു. അപ്പോൾ രാമിൻ്റെ പ്രോഫിറ്റ്, രാമിൻ്റെ ലാഭം എന്ന് പറയുന്നത് എത്രയാണ്? 4,000 ആണ് അല്ലേ? അപ്പോൾ ഇത് GST ഇല്ലാത്ത ഒരു കേസാണ്. GST വന്നത് 2017 GST നിലവിൽ വന്നത്. 2017 ശേഷം എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ 2017 വരെ രാം അരുണിൻ്റെ അടുത്തുനിന്ന് ഈ രീതിയിലാണ് പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് കൊടുക്കും, അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. 2017 ആയിക്കഴിഞ്ഞപ്പോൾ, 2017 ജൂലൈ ആയിക്കഴിഞ്ഞപ്പോൾ രാം സാധാരണ പോലെ തന്നെ എന്താണ്? അരുണിനെ സമീപിച്ചു, മൊബൈൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അരുൺ പറഞ്ഞു ഇപ്പോൾ 10,000 തന്നാൽ പോരാ, GSTയും കൂടി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ രാം പറഞ്ഞു അതെന്താ? എനിക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല, ഞാൻ 10,000 അല്ലേ ഇതുവരെ തന്നിട്ടുണ്ടായിരുന്നത്, അപ്പം ഞാൻ 10,000 തന്നെയാണ് തരുള്ളൂ. അപ്പോൾ അരുൺ പറഞ്ഞു അങ്ങനെയല്ല, ഇപ്പോൾ GSTയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ രാമിന് ആകെ കൺഫ്യൂഷനായി. അപ്പോൾ രാമിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ രാം ആ ചാർട്ടേഡ് അക്കൗണ്ടിനെ സമീപിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതിനു മുമ്പെയൊക്കെ പർച്ചേസ് നടത്തിയിട്ടുണ്ടായിരുന്നത് 10,000 റുപ്പീസ് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അയാൾ പറയുന്നു ഞാൻ അഡീഷണൽ ആയിട്ട് എമൗണ്ടുകൾ കൊടുക്കണം എന്ന് പറയുന്നു. അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു അത് അങ്ങനെയാണ്, GSTയും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് നഷ്ടമല്ലേ വരിക? ഇല്ല, നിങ്ങൾക്ക് നഷ്ടം വരില്ല. അതെങ്ങനെയാണ് ശരിയാവുക? ഞാൻ അഡീഷണൽ ആയിട്ട് എമൗണ്ട് അല്ലേ കൊടുക്കണത്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പറഞ്ഞു ശരി, നിങ്ങൾ പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വരൂ. അതായത് നിങ്ങളുടെ വിറ്റുള്ള കാര്യം കൂടി കഴിഞ്ഞിട്ട് വരൂ. അതായത് നിങ്ങളുടെ സെയിൽസ് റിപ്പോർട്ടും കൂടി കൊണ്ടുവരൂ. നിങ്ങളിപ്പോൾ വാങ്ങിച്ചത് മാത്രമല്ലേ പറയുന്നുള്ളൂ, ഇനി നിങ്ങൾ വിറ്റ് കഴിഞ്ഞിട്ട് അതിൻ്റെ റിപ്പോർട്ടും കൂടിയിട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ രാം അവിടുന്ന് പോയി. രാം എന്ത് ചെയ്തു? അരുണിൻ്റെ അടുത്തുനിന്ന് എന്താണ്? 10,000 റുപ്പീസ് ഉള്ള മൊബൈൽ വാങ്ങിച്ചു. അതിന് GST 5% 500 ആണ്. അപ്പോൾ ടോട്ടൽ 10,500 ആണ് വന്നിട്ടുണ്ടായിരുന്നത്. രാം എന്ത് ചെയ്തു? ഈ മൊബൈൽ എന്താണ് ചെയ്തത്? മനുവിന് വിറ്റു. അപ്പോൾ ലാഭം എടുത്തിട്ട് 10,000 വാങ്ങിച്ചു, അത് 14,000 ലാഭത്തിനാണ് വിറ്റിട്ടുണ്ടായിരുന്നത്. അതിന് മുകളിൽ എന്താണ്? GST എന്താണ്? 700 കളക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഈ റിപ്പോർട്ടുകളൊക്കെ കൊണ്ടുപോയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിന് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ രാം ഇതെല്ലാം കൂടി എന്താണ്? ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് രാമിൻ്റെ റിപ്പോർട്ടിൽ രാം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് മനുവിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് 14,700 ആയിരുന്നു. എങ്ങനെയാണ് ഈ 14,700 വന്നിട്ടുണ്ടായിരുന്നത്? അതായത് 14,000 രൂപയായിരുന്നു വിറ്റിട്ടുണ്ടായിരുന്നത്. അതിനോടുകൂടി എന്താണ്? 700 GSTയും കൂടി വാങ്ങിച്ചു. അങ്ങനെയാണ് 14,700 ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ എന്താണ്? ഈ 700 റുപ്പീസ് കളക്ട് ചെയ്തു. അതായത് GSTയിൽ വരുന്നത് എന്താണ്? ഇവിടെ ഔട്ട്പുട്ട് ടാക്സ് എന്നാണ് പറയുക. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സ് എന്താണ്? ഔട്ട്പുട്ട് ടാക്സ് ആണ്. പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ടാക്സ് എന്താണ്? ഇൻപുട്ട് ടാക്സ് ആണ്. ഇങ്ങനെ കുറച്ച് ടേമുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ എപ്പോഴും GST കൊടുക്കുക. അപ്പോൾ എപ്പോഴും GST ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കണത് ഇതിൻ്റെ ഡിഫറൻസ് ആണ്. ഗവൺമെൻറ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ നിർത്തിയിട്ട് ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ബാധ്യത എത്രയാണോ അതാണ് നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടത്. അപ്പോൾ രാം എന്താണ് ഉണ്ടായിരുന്നത്? ആദ്യം 500 കൊടുത്തു അല്ലേ അരുണിന്. പിന്നെ എന്താണ്? മനുവിൻ്റെ അടുത്തുനിന്ന് എന്താണ്? 700 കളക്ട് ചെയ്തു. അപ്പോൾ ആക്ച്വലി
അപ്പോൾ ആക്ച്വലി രാം എത്രയാണ്, രാമിൻ്റെ ബാധ്യതയായിട്ട് വന്നിട്ടുള്ളത് എത്രയാണ്, 700 ആണ് ഇനി കൊടുക്കാനുള്ളത് അല്ലേ. പക്ഷേ ഇനി 700 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല. കാരണം എന്താണ്, 500 ആദ്യം തന്നെ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്രയാണ് കൊടുക്കാനുള്ളത്, 200 ആണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള എമൗണ്ടുകൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ടുപോയിട്ട് ചാർട്ടേഡ് അക്കൗണ്ടിന് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത്. 14,700 ആണ് നിങ്ങളുടെ സെയിൽസിൻ്റെ എമൗണ്ട്. അതിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള 10,500 കുറച്ചു. അപ്പോൾ 4,200 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിലെന്താണ് 200 ഗവൺമെന്റിന് കൊടുക്കണ്ടേ, GST പേയ്മെന്റ് 200 ഗവൺമെന്റിന് കൊടുക്കണം. ലാഭം എത്രയാണ്, 4,000 ആണ് ലാഭം. നമുക്കിനി GST ഇല്ലാതെ എത്രയാണ് ലാഭം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് നോക്കാം. ഇവിടെ GST ഇല്ലാത്ത കേസിൽ GST നോട്ട് അപ്ലിക്കബിൾ ആയപ്പോൾ എന്തായിരുന്നു, ലാഭം എത്രയായിരുന്നു, 14,000 രൂപ സെയിൽ ചെയ്തു, 10,000 രൂപ പർച്ചേസ് നടത്തി. അപ്പോഴും എന്താണ്, 4,000 തന്നെയാണ് ലാഭം വന്നിരിക്കുന്നത്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട് പറഞ്ഞു, നോക്കൂ, നിങ്ങൾക്ക് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. GST വന്നതുകൊണ്ട് നിങ്ങളെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. അപ്പോൾ രാമിന് മനസ്സിലായി കാര്യം, GST നമ്മളെ കുഴയ്ക്കാനുള്ള കാര്യമല്ല, നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോൾ GST നമ്മൾക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ GST നമ്മൾക്ക് ഒരു അപകടമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലായി. ഇനി മനുവിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പം രാം അരുണിൻ്റെ അടുത്തുനിന്ന് സാധനം വാങ്ങിച്ചു, അത് മനുവിന് വിറ്റു. മനു ഒരു കൺസ്യൂമർ ആണ് അല്ലേ. അപ്പോൾ മനുവിന് ഈ ഒരു കാര്യത്തിൽ എന്താണ്, നഷ്ടമാണ്. സാധാരണ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടല്ല അല്ലേ. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ടാക്സ് കൊടുക്കാറുണ്ട് അല്ലേ. പക്ഷേ നമ്മളിത് ഈ ടാക്സ് നമ്മൾ ഈടാക്കണില്ല. കാരണം ഒരു ബിസിനസ് നടത്തുന്ന ആൾക്കാണ് ഇത് ഈടാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് അതൊരു നഷ്ടം തന്നെയാണ്. ആ ഒരു ടാക്സ് ഗവൺമെൻറ്റിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ റോഡ് നന്നാക്കുക, നമ്മളുടെ റോഡുകൾ നന്നാക്കുക, അതേപോലെ തന്നെ വാട്ടർ പ്രോജക്റ്റുകൾ, ഇങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ബിസിനസ് നടത്തുന്ന ആൾക്ക് ഈ ഒരു GSTയുടെ കേസിൽ ഒരിക്കലും അതൊരു നഷ്ടമായിട്ട് മാറുന്നില്ല. അപ്പോൾ ഇതാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യാം. GST പറഞ്ഞാൽ എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അതെന്താണ്, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് രാം അരുണിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കുന്നു, ഗുഡ്സ് വാങ്ങിക്കുന്നു, എന്നിട്ട് എന്താണ്, രാം അരുണിന് പൈസ കൊടുക്കുന്നു, അരുണാണ് എന്ത്, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ട് പറയുന്നത്. അതേപോലെ 3 തരത്തിലുള്ള ടാക്സുകളുണ്ട്. CGST ഉണ്ട്, SGST ഉണ്ട്, അതേപോലെ തന്നെ IGST ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ അപ്ലിക്കബിൾ ആവുന്ന ടാക്സ് ആണ് CGSTയും SGSTയും. ഹാഫ് വീതം സ്റ്റേറ്റും സെൻട്രലും പങ്കിട്ടെടുക്കും. ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്താണ്, അവിടെ IGST മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അതേപോലെ GST ഇല്ലാത്ത കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ 10,000 രൂപയ്ക്ക് വാങ്ങിച്ചു, അത് 14,000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ അവിടെ പ്രോഫിറ്റ് പറയുന്നത് 4,000 ആണ് വന്നിരിക്കുന്നത്. GSTയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ GSTയും കൂടി കൊടുക്കുന്നു. 500 GST കൊടുത്തു, മൊത്തം 10,500 കൊടുത്തു. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ 14,000-ന് സെയിൽ ചെയ്തു, 700 കളക്ട് ചെയ്തു. മൊത്തം 14,700 ആണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ GSTയുടെ കാൽക്കുലേഷൻ വരിക 14,700 സെയിൽസ്, ടോട്ടൽ GST കൂടി എമൗണ്ട് 10,500 നമ്മൾ പർച്ചേസ് പ്ലസ് GST കൊടുത്തിട്ടുണ്ടായിരുന്നു. മൊത്തം എത്രയാണ്, 4,200 ആണ്. ഇത് 200 ഗവൺമെന്റിലേക്ക് കൊടുക്കാനുള്ളതാണ്. നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എന്താണ്, 4,000 ആണ്. അപ്പോൾ ഇതാണ് GSTയുടെ കേസിൽ വരുന്നത്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾക്ക് ഫോമുകളെ കുറിച്ചിട്ട് നോക്കാം. GSTR 1 എന്താണ്, GSTR 2, GSTR 3B, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.